നൂറു പൂക്കളേ നൂറു നൂറു പൂക്കളേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറു പൂക്കളേ നൂറു നൂറു പൂക്കളേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. ജ്വലിക്കുന്ന ഓർമ്മയാണ് ഞങ്ങൾക്ക് ടി വി രാഘവൻ. അവടൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുൻനിരയിൽ പ്രവർത്തിച്ച സഖാവാണ് TVR. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശേഷം CPIM-ന്റെ വളർച്ചയിലും നിർണായക പങ്കുവഹിച്ചു. സിലോണിൽ ജോലി ചെയ്യുന്ന കാലത്താണ് രാഘവേട്ടൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായത്. 14-ാം വയസ്സിലാണ് ജോലി തേടി സിലോണിലേക്ക് പോകുന്നത്. 1946 കാലഘട്ടം രാമേശ്വരം വരെ തീവണ്ടിയിലായിരുന്നു യാത്ര. അവിടെ നിന്ന് കപ്പലിൽ സിലോണിലേക്ക്. ആദ്യം ഒരു ചെറിയ ഹോട്ടലിൽ ജോലിക്ക് കയറി. ശേഷം ടൗണിലൊരു വലിയ ഹോട്ടലിലെ ജീവനക്കാരനായി. ഹോട്ടലിലും താമസിക്കുന്നയിടത്തും ഭൂരിഭാഗം മലയാളികളായിരുന്നു. കൂടുതൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും. അവരുമായുള്ള സഹവാസത്തിലും ചർച്ചകളിലുമാണ് രാഘവേട്ടൻ്റെ മനസ്സിൽ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ വിത്ത് മുളയ്ക്കുന്നത്. സിലോണിൽ താമസിക്കുമ്പോൾ പാർട്ടി സാഹിത്യവും സിലോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രവും രാഘവേട്ടൻ സ്ഥിരമായി വായിക്കാറുണ്ട്. കേരളത്തിൽ നിന്ന് നവജീവൻ പത്രവും തപാൽ മുഖേന അവിടെ കിട്ടിയിരുന്നു. ഇതൊക്കെ വായിച്ചിട്ടാണ് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം TVR മനസ്സിലാക്കി. 7 വർഷം സിലോണിൽ കഴിഞ്ഞ രാഘവേട്ടൻ അവിടെ നിന്ന് വന്നതിന് ശേഷം മണിത്തറയിലും തുടർന്ന് അവണൂരിലും ചായക്കട നടത്തി. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായത് ഇക്കാലത്താണ്. ഈ ചായക്കടകളിൽ നിന്നാണ് കമ്മ്യൂണിസത്തിന് അടിത്തറപ്പാകുന്ന ചുവന്ന ചർച്ചകൾക്ക് തുടക്കമായത്. മുതിർന്നവരും യുവാക്കളുമടങ്ങുന്ന പാർട്ടി സഖാക്കൾ രാഘവേട്ടൻ്റെ ചായക്കടയിലെ നിത്യസന്ദർശകരായിരുന്നു. യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പോകും മുമ്പ് സഖാക്കൾ ചായക്കടയിൽ കയറും. അവർക്കൊക്കെ ചായയും പലഹാരവും രാഘവേട്ടൻ്റെ വക. അവണൂർ പഞ്ചായത്തിലെ മുക്കിലും മൂലയിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന 1952 കാലഘട്ടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പൊതുയോഗം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ. ചുവന്ന കറിയുള്ള മുണ്ടുടുത്ത് നടക്കുന്നവരെ പോലും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് പരിഹസിക്കുന്ന, തെറി വിളിക്കുന്ന, മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷം. ഈ കിരാത കാലഘട്ടത്തെയാണ് TVR-ഉം കൂട്ടരും ധീരമായ പോരാട്ടങ്ങളിലൂടെ അതിജീവിച്ചത്. മുളകുന്നത്തുകാവും അവണൂരും ഒന്നിച്ച് ഒരു ലോക്കൽ കമ്മിറ്റിയായി പ്രവർത്തിച്ചിരുന്ന കാലം. വിട പറഞ്ഞ കോരിച്ചേട്ടനും നാലുപുരയ്ക്കൽ കുട്ടേട്ടനുമാണ് അവണൂരിലെ മുതിർന്ന സഖാക്കൾ. മേൽക്കമ്മിറ്റിയിൽ നിന്ന് വരുന്നവർ സഖാക്കൾ ASN നമ്പീശനും MA കൃഷ്ണനും. 1957 EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നതിന് 2 ദിവസം മുൻപ് പാർട്ടിയുടെ ഒരു യോഗം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കാൻ മണിത്തറയിൽ നിന്ന് തൃശ്ശൂർ വരെ 7 പേരുടെ ഒരു സംഘം കാൽനടയായി പോയി. അതിനെ നേതൃത്വം കൊടുത്തത് സഖാവ് രാഘവേട്ടൻ. ദീർഘകാലം പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായി സഖാവ് രാഘവേട്ടൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും യോഗങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വരുന്ന സഖാക്കൾക്ക് രാഘവേട്ടൻ്റെ കട ഒരു സൗഹൃദ കേന്ദ്രമായിരുന്നു. TVR-ന്റെ സ്നേഹസാന്ത്വനം അനുഭവിച്ച പാർട്ടി പ്രവർത്തകർ ഏറെയാണ്. രാഘവേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങൾക്ക് അവണൂരിലെ സഖാക്കൾക്ക് ഏറെ ആവേശമാണ്. രാത്രി ദിവസം അപ്പോൾ ഇന്ന് വരുമ്പോൾ നാളത്തെ യോഗം എവിടെയാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആളെ ഇവിടെ പറയണം. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരാണ് ഈ ബ്രാഞ്ചുകൾ അന്നിവിടെ സംഘടിപ്പിച്ചതൊക്കെ മുൻകൈയെടുത്തത്. അന്ന് MA കൃഷ്ണനൊക്കെ ഇവിടെ ഒളിവിൽ വർക്ക് ചെയ്യുന്ന കാലമാണ്. 1 ദിവസം 2 ദിവസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മണിത്തറ, പിന്നെ
പകലവരെ കണ്ടാൽ പിടിച്ചോണ്ടല്ലോ, അങ്ങനെ കൊണ്ടുപോയതാ. കൃഷ്ണേട്ടനൊക്കെ മരിച്ചു. അന്ന് യോഗം നടത്താനൊന്നും സമ്മതിക്കില്ല കോൺഗ്രസ്സുകാരെ. മണിസറിന് അവണൂർക്ക് നോട്ടീസ് ചെയ്യുന്ന ഒരു പാടത്തോടെ വരും. 52-53 കാലഘട്ടം. അന്നിവിടെ കാര്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ശേഷം ഒരു ഉണ്ടായിരുന്നു, ഒരു കുട്ടൻ, പിന്നെ ഞാൻ അനീഷിൻ്റെ ക്ലബിൽ വെച്ച് തന്നെ യോഗം കൂടുക. അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ കേക്കവാരുടെ അവർ വന്ന ബസ്സിന് കാശൊക്കെ എടുത്ത് കൊണ്ടാക്കണം. ഞാൻ പാർട്ടിയിലേക്ക് വന്നത് ഒരു 50 ഞാൻ പാർട്ടിയിലേക്ക് വരുന്ന കാലത്ത് സ്ഥിരമുണ്ടോ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ പാർട്ടിക്കാരായിരുന്നു കൂടുതൽ. അങ്ങനെ പാർട്ടിയിലേക്ക് വന്നത്. പിന്നെ ഒന്നിലേക്ക് മാറിയില്ല. പിന്നെ പാർട്ടി രണ്ടായപ്പോൾ ചെറിയൊരു സംശയം വന്നില്ല. നൂതനേതിഹാസ മധുര സമര രംഗഭൂമിയിൽ നിന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ, നിന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നിന്റെ നാട്ടിലായി നവംബർ 7 ഇന്നലെ ഉദിച്ച രക്തതാരമേ ഉദയരാഗ പുഷ്പമേ, ഉദിച്ച രക്തതാരമേ ഉദയരാഗ പുഷ്പമേ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. തന്നലകളിൽ യാംചിതൻ തടങ്ങളിൽ ഉദിച്ച സുപ്രഭാതമേ നീ നയിക്കു ഗംഗയെ, ഉദിച്ച സുപ്രഭാതമേ നീ നയിക്കു ഗംഗയെ. നീ നയിക്കൂ നീ നയിക്കൂ നീ നയിക്കൂ ഇന്ത്യയെ, നീ നയിക്കൂ നീ നയിക്കൂ നീ നയിക്കൂ ഇന്ത്യയെ. തുറങ്കരകളിൽ കാരിരും വഴികളിൽ തളർന്നു വീണു ജീവിതം, തകർന്നതാണു ജീവിതം. നമുക്കു തന്നതാരവർക്കു നാം തിരിച്ചു നൽകിടും, നമുക്കു തന്നതാരവർക്കു നാം തിരിച്ചു നൽകിടും. ചക്രവാള വീതി തീർത്തൊരതിരണിഞ്ഞ രാഷ്ട്രമായി മാറുമെൻ പ്രപഞ്ചമേ ചുവന്നതാണു നിൻമുഖം, മാറുമെൻ പ്രപഞ്ചമേ ചുവന്നതാണു നിൻമുഖം, ചുവന്നതാണു നിൻമുഖം, ചുവന്നതാണു നിൻമുഖം, ചുവന്നതാണു നിൻമുഖം, ചുവന്നതാണു നിൻമുഖം. പൂക്കളെ നൂറു പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. 100 പൂക്കളെ 100